കേട്ടോ. ഇപ്പോൾ വെളിപ്പെടുകയാണ്. ആത്മാവ് സംസാരിക്കുക. സഭകളോട് സംസാരിക്കുന്ന ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പം എനിക്ക് കൃപയാൽ കർത്താവ് ചെവി ഡെവലപ്പ് ചെയ്യാൻ സഹായിച്ചു. നിങ്ങളെ സഹായിക്കുകയാണ്. ലോകാനുരൂപത ഊരിക്കളയുക, പിതാവിൻ്റെ വീട്ടിലേക്ക് മടങ്ങുക, അപ്പം പറഞ്ഞാൽ കേൾക്കാം. ഗ്ലോറി, ഹല്ലേലൂയ, ജീസസ്, ഐ താങ്ക് യു ലോർഡ്, ഐ താങ്ക് യു. പിതാവിൻ്റെ ബിസിനസിൻ്റെ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് അല്പമായിട്ട് ബൈബിളിലൂടെ നിങ്ങളിത് മനസ്സിലാക്കിയിരിക്കണം. തുടർന്നാണ് നാം അടുത്ത ഭാഗങ്ങളിലേക്ക് പോകുന്നത്. ഫാദേഴ്സ് ബിസിനസ്, 3 ബിസിനസിനെ കുറിച്ച് മനസ്സിലാക്കി. ഫാദേഴ്സ് ബിസിനസ്, ഡെവിൾസ് ബിസിനസ്, മാൻസ് ബിസിനസ്. ആമേൻ, ഗ്ലോറി. ഇനി ഫാദേഴ്സ് ബിസിനസിനെ കുറിച്ച് ഒരല്പം കൂടി ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ പോവുകയാണ്. അതിനൊരു ഫലമുണ്ട്. ആ ഫലമാണ് സൺസ് ഓഫ് ഗാഡ്. അതിനടുത്തേക്കുള്ള യാത്ര. എപ്പോഴും പിതാവ് വരുമ്പോൾ ഫലം അന്വേഷിച്ചായിരിക്കും വരിക. ഫലമില്ലാത്തതിനൊക്കെ വെട്ടിക്കളയും. ഗ്ലോറി, ഹല്ലേലൂയ. ഒരല്പം സമയം തരും. ഇനി ഒരു വർഷം ഇവിടെ നിൽക്കട്ടെ. ആമേൻ. പിന്നെ അങ്ങ് വെട്ടിക്കളയുകയാണ്. വെറുതെ സ്ഥലം മെനക്കെടുത്തുന്നത് എന്തിനെ? അപ്പോൾ ഇതാണ് പിതാവിൻ്റെ ചിന്ത. അപ്പോൾ നിത്യതയിലാണ് ദൈവം വസിക്കുന്നത്. നിത്യതയുടെ ഇടയിലെ ഒരു പീരീഡാണ് സമയം. ഇന്ന് ആ സമയത്താണ് നാം ജീവിക്കുന്നത്. സമയം തുടങ്ങിയതാണ്. സന്ധ്യായുഷ 1-ാം ദിവസം തുടങ്ങി. ഇതാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം. അവിടെ വെച്ച് ദൈവം തൻ്റെ പ്രൊഡക്റ്റ് തീരുമാനിക്കുകയാണ്. ദൈവത്തിൻ്റെ അകത്തുള്ള ചിന്തയാണ്, അതിൻ്റെ റിസൾട്ടാണ് സമയം. ഇത് മനസ്സിലാക്കാൻ ഞാൻ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നടന്ന ഒരു സംഭവം പറയാം. എൻ്റെ ഒരു കൂട്ടുകാരൻ, ഗൾഫിലുള്ളൊരു കൂട്ടുകാരൻ, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലൊരു ചിന്ത വന്നു. റോക്കൂൾ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉണ്ടാക്കണം. അതായത് സൗണ്ട് പ്രൂഫ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്പോഞ്ച് പോലത്തെ ഒരു കൂളുണ്ട്. പാറ പൊട്ടിച്ച് കൊണ്ടുവന്ന് അത് പൊടിച്ച് ഉരുക്കി നൂല് പരുവമാക്കി നെയ്തെടുക്കുന്ന സാധനമാണ് റോക്കൂൾ. ഇൻസുലേഷൻ മെറ്റീരിയലായി ഫ്രിഡ്ജിൻ്റെ ഒക്കെ ഇടയിൽ വെക്കുന്നതാണ്. നമ്മളുടെ ഇവിടെ സൗണ്ട് പ്രൂഫ് ചെയ്യാനായിട്ട് അതിന് തുല്യമായ ഒന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റോക്കൂൾ ഉണ്ടാക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ 2 പാർട്ട്നേഴ്സിനോട് ഇത് ഡിസ്കസ് ചെയ്തു. തുടർന്ന് അവർ ബോംബെയിൽ ഇതിന് പറ്റിയ ഒരു സ്ഥലം കണ്ടെത്തി. തുടർന്ന് അവർ 2 വർഷം കൊണ്ട് റോക്കൂൾ ഫാക്ടറി അവിടെ ഉണ്ടാക്കി. 2 വർഷം കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും മീറ്റിംഗ് കൂടി. അവർ പറഞ്ഞു, ഇനി നമുക്ക് റോക്കൂൾ ഉണ്ടാക്കാം. അവർ റോക്കൂൾ പ്രൊഡക്ഷൻ ആരംഭിച്ചു. ഇതേപോലെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ സമയം തുടങ്ങി. ഇതാ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. എൻ്റെ സ്നേഹിതന് തൻ്റെ 2 പാർട്ട്നേഴ്സുമാണെങ്കിൽ ഇവിടെ പിതാവ്, പുത്രനും പരിശുദ്ധാത്മാവുമായി ഏകദൈവം പറയുകയാണ്. ഉൽപ്പത്തി 1:26 ലെറ്റ് us make sons of God. നമുക്ക് റോക്കുകളല്ല, നമുക്ക് ദൈവപുത്രന്മാരെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ മനുഷ്യപുത്രന്മാരെ ഉണ്ടാക്കാം. പക്ഷെ അവരെങ്ങനെ ഇരിക്കണമെന്നറിയാമോ? എൻ്റെ അതേ രൂപത്തിലും എൻ്റെ അതേ സാദൃശ്യത്തിലുമായിരിക്കണം. അതിൻ്റെ അർത്ഥം അവർ സൺസ് ഓഫ് ഗോഡ് ആയിട്ട് വിളങ്ങണം. ആമേൻ, ഹല്ലേലൂയ. അവർ ദൈവപുത്രന്മാരായിട്ട് വിളങ്ങണം. പക്ഷേ ദൈവം അവരെ ഉണ്ടാക്കിയപ്പോൾ സങ്കീർത്തനം 8-ാം അധ്യായം പറയുകയാണ്, ദൈവത്തിൻ്റെ സാദൃശ്യ സ്വരൂപത്തിലുമാണെങ്കിലും ഒപ്പത്തിനൊപ്പം സൃഷ്ടിച്ചില്ല. ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തിയാണ് അവരെ ഉണ്ടാക്കിയത്. ആമേൻ, ഹല്ലേലൂയ. അല്പം മാത്രം താഴ്ത്തി. ഇതിൻ്റെ ഡീറ്റെയിൽ വേണമെങ്കിൽ നിങ്ങൾ പുസ്തകങ്ങൾ വാങ്ങിക്കുക. 3 ബുക്കുകൾ ഇവിടെ കിട്ടും. എല്ലാം 1, 2, 3 നമ്പറിലാണ്. അത് വാങ്ങിച്ച പിക്ചർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട്. ആത്മലോകവും ആത്മീയ വളർച്ചയും 1-ാമത്തെ പുസ്തകം. 2-ാമത്തെ പുസ്തകം ജയിക്കാനായി വീണ്ടും ജനിച്ചവർ. 3-ാമത്തെ പുസ്തകം ഫാദേഴ്സ് ബിസിനസ്. നിങ്ങൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് റെഫറൻസ് ബുക്കുകളായിട്ട് ഉപയോഗിക്കാം. എസ്പെഷ്യലി ദൈവദാസന്മാർ. ഗ്ലോറി, ഹല്ലേലൂയ. ശ്രദ്ധിച്ചാട്ടെ, അങ്ങനെ ദൈവം സൺസ് ഓഫ് ഗോഡിനെ ഉണ്ടാക്കുവാൻ തക്കവണ്ണം ഒരു തീരുമാനമെടുത്തു. പക്ഷെ ഫാക്ടറി വേണം. എൻ്റെ സ്നേഹിതന്മാർ 2 വർഷം കൊണ്ടാണ് ഫാക്ടറി ഉണ്ടാക്കിയതെങ്കിൽ ഇതാ ദൈവം ഫാക്ടറി ഉണ്ടാക്കുകയാണ്. അതായത് ഭൂമിയെ 5.5 ദിവസം കൊണ്ട് റീക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതാണ് ഫാക്ടറി. കാരണം കർത്താവിന് സ്തോത്രം ചെയ്തേ. ഒരു പ്രാവശ്യം കൂടെ. ശ്രദ്ധയോടെ കേൾക്കണം. 2 ചെവിയും ഹൃദയവും എല്ലാം തുറന്ന് കേൾക്കണം. ഇത് റോ മെറ്റീരിയലാണ്. എന്തുകൊണ്ടാണെന്ന് കേൾക്കേണ്ട കാര്യം, റോ മെറ്റീരിയൽ ആരാണെന്ന് അറിയാമോ? ഞാനും നിങ്ങളും ആ റോ മെറ്റീരിയൽ.
ആമേൻ. അപ്പൊ റോ മെറ്റീരിയൽ ഇത് കേട്ടില്ല എങ്കിൽ ഞാൻ ഏത് രൂപത്തിലേക്കാണ് അവന് തിളങ്ങി വരേണ്ടത്? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ റോ മെറ്റീരിയൽ ശ്രദ്ധയോടെ കേൾക്കണം. ആമേൻ. ഹല്ലേലൂയ. പ്രസംഗിക്കുന്ന വ്യക്തികളോട് എപ്പോഴും പറയാറുണ്ട്, ആമേൻ, കേൾക്കുമ്പോൾ റോ മെറ്റീരിയൽ ആയിട്ട് കേൾക്കണം. റോ മെറ്റീരിയൽ ആയിട്ട് കേട്ടാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇത് വിളങ്ങുമ്പോൾ പിന്നെ പ്രസംഗം പഠിക്കേണ്ട, ജീവിതം പറഞ്ഞാൽ മതി. മനസ്സിലായോ? പ്രസംഗം പഠിക്കേണ്ട, ജീവിതം അങ്ങ് പറഞ്ഞാൽ മതി. ഹല്ലേലൂയ. നമ്മൾ പ്രസംഗിക്കുമ്പോൾ പഠിച്ച് പ്രസംഗിക്കുന്നതാണോ അതോ നമ്മുടെ ജീവിതമാണോ എന്ന് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതമാണെങ്കിൽ അതിൽ ശക്തി വെളിപ്പെടാനിടയാകും. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് തല കൊണ്ട് തലയോട് സംസാരിക്കാം. ആമേൻ. നമ്മുടെ അറിവ് കൊണ്ട് മറ്റുള്ളവർക്ക് അറിവ് കൊടുക്കാം. എന്നാൽ ഹൃദയം കൊണ്ട് ഹൃദയത്തോട് സംസാരിക്കാം. ഗ്ലോറി. ഹല്ലേലൂയ. അപ്പോൾ പ്രിയരെ മനസ്സിലാക്കുക, 5.5 ദിവസം കൊണ്ട് ദൈവപുത്രന്മാരെ ഉണ്ടാക്കാനുള്ള ഫാക്ടറി റീക്രിയേറ്റ് ചെയ്തു, ഭൂമിയെ റീക്രിയേറ്റ് ചെയ്തു. തുടർന്ന് തൻ്റെ റോ മെറ്റീരിയലായ ആദത്തെ അവിടെ ആക്കി. ആദത്തിൻ്റെ ഉള്ളിൽ ദൈവം ഉദ്ദേശിച്ച സകല മനുഷ്യരുമുണ്ട്. ഇതാണ് ദൈവത്തിൻ്റെ മുന്നറിവെന്ന് പറയുന്നത്. ആദത്തിൻ്റെ ഉള്ളിൽ എത്ര പേരുണ്ടെന്നും അവരുടെയൊക്കെ സകലരുടെയും പേര് സഹിതം ദൈവത്തിന് അറിയാം. ഇവിടെയാണ് ജീവപുസ്തകത്തിൽ എഴുതുന്നത്. എക്കത്തിൻ്റെ എഴുതി കഴിഞ്ഞു, ആദത്തിനുള്ള സകലത്തെ എഴുതി കഴിഞ്ഞു. ഇതാണ് മുന്നറിവ്. അവരെ എല്ലാം ദൈവം മുൻ നിയമിച്ചും കഴിഞ്ഞു. മനസ്സിലായി? എന്തായി മുൻ നിയമിച്ചു? ദൈവപുത്രന്മാരാകാൻ അവരെ മുൻ നിയമിച്ചു കഴിഞ്ഞു. നിങ്ങൾ ചോദിക്കുമ്പോൾ എങ്ങനെയാ? റോമ 8:29 വായിച്ചാൽ മതി, തെളിഞ്ഞു വരും. മുന്നറിഞ്ഞവരെ എന്ത് ചെയ്തു? മുൻ നിയമിച്ചു. എന്തിനു വേണ്ടി? തൻ്റെ പുത്രൻ അനേക സഹോദരങ്ങളിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട്, അതായത് ദൈവപുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമാകാൻ മുൻ നിയമിച്ചു ഇവരെല്ലാം. മുൻകൂട്ടി അറിഞ്ഞവരെ. എങ്ങനെ അറിഞ്ഞു? ഇവരൊക്കെ ആദത്തിന്റെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇവരൊക്കെ എൻ്റെ വായിൽ നിന്നല്ലേ പോയേ, എൻ്റെ ഉള്ളിൽ നിന്നല്ലേ പോയേ. എനിക്കറിഞ്ഞുകൂടെ എൻ്റെ ഉള്ളിൽ നിന്ന് എത്രണ്ണം പോയെന്ന്? വിത്താണ്. വിത്തിനെ ദൈവത്തിന് അറിയാം. തൻ്റെ അകത്തുനിന്ന് എത്രണ്ണം പോയെന്ന് വ്യക്തമായിട്ട് അറിയാം. മനസ്സിലായോ? ഗ്ലോറി. ഹല്ലേലൂയ. അവരെയൊക്കെ ദൈവം മുൻ നിയമിച്ചു, ദൈവപുത്രന്മാരാകാൻ മുൻ നിയമിച്ചു. അപ്പൊ ദൈവത്തിന്റെ പ്രൊഡക്ഷൻ റിസൾട്ട് എന്താ? ദൈവപുത്രന്മാർ മുൻ നിയമിച്ചു കഴിഞ്ഞു. വായിച്ചോട്ടെ സിസ്റ്റർ, കേട്ടോട്ടെ എല്ലാവരും. മുൻ നിയമിച്ചിരിക്കുന്നു. അപ്പൊ 31:26 പ്രൊഡക്ഷന്റെ എന്താണെന്ന് പറഞ്ഞു. അവിടെ തന്നെ മുൻ നിയമനവും കഴിഞ്ഞു. ഇനി ബൈബിള് തീരുമ്പോൾ, സമയം തീരുകയാ, അവിടെ പ്രൊഡക്ഷന്റെ റിസൾട്ട് വന്നു. എക്സ്പോർട്ട് ക്വാളിറ്റി റെഡി. 21:7. മറ്റേത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലല്ലേ പറഞ്ഞേ? ഇത് ബൈബിള് തീരുമ്പോൾ സമയം തീരുക, പ്രൊഡക്ഷൻ റെഡി. 21:7 പറയുകയാണ്, ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും, ഞാൻ അവന്റെ ദൈവവും അവനെനിക്ക് ഡാഷ് ആയിരിക്കും. എന്തായിരിക്കും? വായിച്ചു. ഡാഷ് ഇട്ട് എന്തിനാണെന്നറിയോ? നിങ്ങളുടെ അകത്തൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയാ. എന്തെങ്കിലും കാണാതെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ ആഗ്രഹം? ഒന്ന് കാണണം. ഇപ്പൊ പിശാച് ഇത്ര നാളും കാണാതെ വെച്ചതല്ലേ, അപ്പൊ ഇച്ചിരി കൂടി കാണാതെ വെക്കാൻ ഇത്തിരി കൂടി ക്ഷമ ഉണ്ടാകണം. ഇതിപ്പോ എന്താക്കാനാ മുൻ നിയമിച്ചിരിക്കണേ? മകനാകാൻ. ആർക്ക് പറ്റും? ജയിക്കുന്നവനത് അവകാശമാക്കും. കോഴ്സ് അറ്റൻഡ് ചെയ്യണവനല്ല. അതുകൊണ്ടാ പറഞ്ഞ ട്രൈ ചെയ്യുന്നവരൊക്കെ പരാജയപ്പെടും. ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും. ഗ്ലോറി. ഹല്ലേലൂയ. ജയിക്കുന്നവൻ അവകാശമാക്കും. അവൻ എന്താ അവകാശമാക്കാൻ പോണേ? എന്താ അവകാശമാക്കാൻ പോണേ? ഈ റോ മെറ്റീരിയലൊക്കെ ഇങ്ങനെ ചതഞ്ഞൊളിഞ്ഞിരിക്കണ എന്താ? റോ മെറ്റീരിയൽ നിങ്ങളെ ലോകം ഇങ്ങനെ ആക്കിട്ടോ. ഞാനും നിങ്ങളും ആകേണ്ട ലക്ഷ്യമാ പറയുന്നേ. ദൈവപുത്രന്മാരാണ്. എങ്ങനെ? ജയം പ്രാപിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പറയുന്നതല്ല ജയം. അതിനകത്ത് ഹല്ലേലൂയ പറയേണ്ടെന്നല്ല. ദൈവരായത്തിന്റെ കൾച്ചറാ രാജാവിനെ സ്തുതിക്കാന്നുള്ളത്. അത് ഞെക്കിയും ബീച്ചും അല്ലേ ജയിപ്പിക്കേണ്ടേ? ഹല്ലേലൂയ, ഗ്ലോറി. ഹല്ലേലൂയ. നാം ജയം പ്രാപിക്കണോ? ജയം പ്രാപിക്കണോ? ഇവിടെയും വേണോ ജയം? അതെ. ശ്രദ്ധിച്ചേ, ദൈവത്തിന്റെ വചനം പറയുകയാണ്,
വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 3-ാം അധ്യായം 7 സഭകൾക്കുള്ള ദൂതെടുത്ത് വായിച്ചോ. എല്ലാ സഭയോടും പറയുന്നുണ്ട് നീ ജയം പ്രാപിക്കണം. എല്ലാ സഭയോടും പറയുന്നുണ്ട്. ദേവദാസന്മാർ എടുത്ത് വായിച്ചോ. എല്ലാ സഭകളോടും പറയുന്നുണ്ട് നീ ജയം പ്രാപിക്കണം. ജയിച്ചില്ല എങ്കിൽ നിന്റെ നിലവിളക്ക് ഞാൻ ആ സ്ഥാനത്ത് നിന്ന് മാറ്റും. ജയിക്കാത്തവന്റെ പേര് ജയിക്കുന്നവന്റെ പേര് മാറ്റത്തില്ല. ജയിക്കാത്തവന്റെ ഒരു മായ്ച്ച കളയും. ഇന്നലെ നിങ്ങൾ കേട്ടില്ലേ, ഇന്ന് കർത്താവിൻ്റെ കയ്യിൽ ജീവപുസ്തകത്തിൽ എഴുതാൻ പേനയല്ല, മായ്ക്കാൻ റബ്ബറായിരിക്കണേ. നമ്മുടെ തെറ്റിദ്ധാരണയായിരുന്നു രക്ഷിക്കപ്പെടുമ്പോൾ ജീവപുസ്തകത്തിൽ പേരെഴുതുന്നു. പേരെല്ലാം ഓൾറെഡി എഴുതി കഴിഞ്ഞു. അവൻ മുന്നറിഞ്ഞവരെ എല്ലാം എഴുതി കഴിഞ്ഞു. ദൈവത്തിൻ്റെ ഫാമിലി രജിസ്റ്ററാണ് ജീവന്റെ പുസ്തകം. അതിലെഴുതി കഴിഞ്ഞു. അങ്ങനെ എഴുതിയ പേരാണ് മോശയുടെ പേരും. ആ മോശ, രക്ഷിക്കപ്പെടാത്ത മോശ പറയുക, ഇസ്രായേൽ മക്കളോട് നീ ക്ഷമിച്ചില്ല എങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ എൻ്റെ പേരങ്ങ് മാച്ചേര്. സങ്കീർത്തന പുസ്തകത്തിൽ ദാവീദ് പറയുന്ന രംഗമാണ്. പാവികളുടെ പേര് അവരുണ്ട്, അവരെന്നെ ഉപദ്രവിക്കുക. കർത്താവേ നീ ഒരു കാര്യം ചെയ്യ, അവരുടെ പേര്, എന്നെ ഉപദ്രവിക്കുന്നതിന്റെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് മാറ്റുകളാ. സങ്കീർത്തന പുസ്തകം, വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം പറയുകയാണ്, എപ്പോഴാ ആ പേരുകൾ ലോകസ്ഥാപനത്തിങ്കൽ അർക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയവർ. ഗ്ലോറി, ഹല്ലേലൂയ. ആ പേരെഴുതാത്തവർ എല്ലാവരും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് അനുസരിച്ച് മുന്നോട്ടേക്ക് പോകും, പിശാചിനനുസരിച്ച് മുന്നോട്ടേക്ക് പോകാനിടയാണ്. അപ്പോൾ പ്രിയരെ, നാം തെറ്റായ പല അടിസ്ഥാനങ്ങളും യഥാർത്ഥ കാര്യം മറച്ചിട്ടിട്ട് പിശാച് തെറ്റായ പല അടിസ്ഥാനങ്ങളും ഇട്ട് നമ്മളെ റോങ് ഡയറക്ഷനിലേക്ക് വിടുകയാണ്. റോങ് ഡയറക്ഷനിലേക്ക് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഉൽപ്പത്തി പുസ്തകത്തിൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും ജീവന്റെ വൃക്ഷവും ആയിരുന്നു. നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം കഴിച്ചാൽ മരിക്കുമെങ്കിൽ, ഇതാ ഇന്ന് അത് പഴയ സൃഷ്ടി, ഇന്ന് നമ്മൾ പുതിയ സൃഷ്ടികൾ അങ്ങനെയല്ല. ഡയറക്ഷൻ അനുസരിച്ചാണ് മരണവും ജീവനും തീരുമാനിക്കുന്നത്. ഒരു പ്രവൃത്തിയല്ല, ഡയറക്ഷൻ. ഡയറക്ഷൻ എങ്ങോട്ടാണ് ഡയറക്റ്റ് ചെയ്യപ്പെടുന്നത്? ജഡത്തെ അനുസരിച്ചുള്ള ഡയറക്ഷൻ ആണെങ്കിൽ നീ മരിക്കും നിശ്ചയം. ഒരു പ്രവൃത്തിയല്ല, കണ്ടിന്യൂസ് പ്രവൃത്തി. ആത്മാവിനെ അനുസരിച്ചാണ് നീ പോകുന്നതെങ്കിൽ നീ ജീവിക്കും. മറ്റൊരു ഡയറക്ഷൻ. ഹല്ലേലൂയ. രണ്ട് ഡയറക്ഷനാണ്. ഇന്ന് നമ്മുടെ ഡയറക്ഷനാണ് നമ്മുടെ ജീവനും മരണവും തീരുമാനിക്കുന്നത്. നമ്മൾ ലോകം നേടാനുള്ള ഡയറക്ഷനാണ് എങ്കിൽ കുഞ്ഞെ മരണം നിശ്ചയം. ലോകത്തുള്ളവരെ സ്നേഹിക്കരുത്. ലോകത്തെ സ്നേഹിക്കുന്ന വ്യഭിചാരിണിയാണ്. എന്നാൽ നീ ദൈവരാജ്യം അവകാശമാക്കുവാൻ ആത്മാവിനെ അനുസരിച്ചാണ് പോകുന്നതെങ്കിൽ നീ ജീവിക്കും. ഗ്ലോറി. ദൈവദാസന്മാർ ഇത് വ്യക്തമായിട്ട് സഭകളിൽ പറയണം. കാരണം ഒരു വിശ്വാസി കുഴിയിൽ വീണാൽ ആ വിശ്വാസിയെ കുഴിയിൽ വീഴൂ. പക്ഷേ ദൈവദാസന്മാർ വിശ്വാസികൾ ഗണത്തിലല്ല, അവരൊരു ട്രെയിനിന്റെ എഞ്ചിൻ പോലെയാ. എഞ്ചിൻ പോയാൽ പുറകെ വരുന്ന ബോഗികളൊക്കെ പോകും. ഗ്ലോറി. അതുകൊണ്ട് ദൈവദാസന്മാരൊക്കെ ചാടിക്കയറി വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല ജോലിയാണ്. 1 തിമോത്തി 3-ാം അധ്യായം 1-ാം വാക്യം പറയണു, ഒരുവൻ അധ്യക്ഷ സ്ഥാനം ആഗ്രഹിച്ചാൽ അവൻ നല്ല വേല കാക്ഷിക്കുന്നു. സത്യമാണ്, എല്ലാം നല്ലത് തന്നെ. പക്ഷേ ഒരു ബാലൻസ് ഉണ്ടായിരിക്കണം. യാക്കോബ് 3:1 പറയുകയാണ്, അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങൾ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്. ഹല്ലേലൂയ. അപ്പോ ഇത് രണ്ടും കൂടി കരുതിയിട്ട് വേണം ചാടി ഇറങ്ങാൻ. വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറഞ്ഞ് ജനത്തെ റോങ് ഡയറക്ഷനിലേക്ക് വിടരുത്. ഹല്ലേലൂയ. ലോകത്തെ കാര്യങ്ങളും മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സഭ ഒരു സർവീസ് സെന്റർ ആക്കി മാറ്റരുത്. ഒരു പ്രൊഡക്ഷൻ സെന്റർ ആയി തീരട്ടെ നിങ്ങളുടെ സഭ. ദൈവപുത്രന്മാരുടെ പ്രൊഡക്ഷൻ സെന്റർ. ദൈവം ആഗ്രഹിക്കുന്ന ഒരു സർവീസ് സെന്റർ അല്ല, പ്രൊഡക്ഷൻ സെന്ററാണ്. ഇനി എന്താ സർവീസ് സെന്റർ, പ്രൊഡക്ഷൻ സെന്റർ എന്ന് പറഞ്ഞു തരാം. ശ്രദ്ധിക്കുക. ഈ പുസ്തകം ബൈബിൾ ഞാൻ ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, എന്നെ നയിക്കുന്ന, നടത്തുന്ന ദൈവത്തിന്റെ വിശുദ്ധ വചനം
ഈ പുസ്തകം ഒരു പ്രൊഡക്ഷൻ മാനുവലാ. പ്രൊഡക്ഷൻ മാനുവൽ. സോണി ടിവിയുടെ പ്രൊഡക്ഷൻ മാനുവൽ ഇരിക്കുന്നത് ഫാക്ടറിയിലാണ്. ഇതിന്റെ ഒറിജിനൽ ഫാക്ടറിയിലുണ്ട്, സ്വർഗത്തിലുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ആ പ്രൊഡക്ഷൻ മാനുവൽ ഇതാ നമുക്ക് തന്നിരിക്കുകയാ, അതിന്റെ കോപ്പി. ആമേൻ. എന്തിനാണെന്നറിയാമോ? സോണി ടിവിയുടെ പ്രൊഡക്ഷൻ മാനുവൽ അനുസരിച്ച് ഒരു വ്യക്തി പ്രവർത്തിച്ചാൽ പുറത്തിറങ്ങുന്നത് സോണി ടിവികളായിരിക്കും. ആമേൻ. മനസ്സിലാവുന്നോ? ആ സോണി ടി വി നമ്മൾ വാങ്ങിച്ചു, വീട്ടിൽ കൊണ്ടുപോകുന്ന ബോക്സ് തുറന്നാൽ ഉടനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വേറൊരു പുസ്തകം പുറത്തിറങ്ങും. ഇൻസ്ട്രക്ഷൻ മാനുവൽ ഓർ യൂസേഴ്സ് മാനുവൽ, എങ്ങനെ ഉപയോഗിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ യൂസേഴ്സ് മാനുവൽ വായിച്ചു നോക്കാതെ ഇത് ഉപയോഗിച്ചാൽ പല കംപ്ലൈന്റുകളും ഉണ്ടാകും. ഇനി ആ കംപ്ലൈന്റ് ഉണ്ടായാൽ നമ്മൾ ആ സോണി ടി വി എടുത്ത് ഒരു സർവീസ് സെന്ററിൽ കൊണ്ടുപോകും. അതും ഓതറൈസ്ഡ് സർവീസ് സെന്റർ ആണെങ്കിൽ നല്ലത്, അല്ലാത്തടത്ത് കൊണ്ടുപോയാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാകും. അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഓതറൈസ്ഡ് സർവീസ് സെന്ററിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഉള്ളത് പ്രൊഡക്ഷൻ മാനുവൽ അല്ല, അവിടെ ഉള്ളത് യൂസേഴ്സ് മാനുവൽ അല്ല, അവിടെ ഉള്ളത് സർവീസ് മാനുവലാ, വേറൊരു മാനുവലാ. ഇതെങ്ങനെ റെഡിയാക്കാം? ഈ പുസ്തകം, വിശുദ്ധ വേദ പുസ്തകം, പ്രൊഡക്ഷൻ മാനുവലിൽ സർവീസ് മാനുവലും ഉണ്ട്, യൂസേഴ്സ് മാനുവലും ഉണ്ട്. പ്രൊഡക്ഷൻ മാനുവൽ, ഒരു ദൈവപുത്രനായിട്ട് എങ്ങനെ നിനക്ക് വിളങ്ങാം? ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികൾക്ക് ദൈവപുത്രന്മാരായിട്ട് വിളങ്ങാം. സോ സിമ്പിൾ. ആമേൻ, ഹല്ലേലൂയ. ഇനി അത് പറ്റാതെ അതിന് തക്കവണ്ണം യൂസേഴ്സ് മാനുവൽ ഇത് കൊണ്ട് തന്നിരിക്കുന്നു. ആ യൂസർ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാതെ സോണി ടി വി എടുത്ത് പല രീതിയിൽ ഉപയോഗിച്ചു, അത് കേടായിപ്പോയി. യൂസർ മാനുവൽ ഈ പുസ്തകത്തിലുണ്ട്. സങ്കീർത്തനവാൻ ദാവീദ് പറയുകയാണ്, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കും. ആമേൻ, ഹല്ലേലൂയ. രാവിലെ ഞാൻ കട്ടൻ ചായക്കായല്ല, മനോരമയ്ക്കായല്ല, മംഗളത്തിനായല്ല, മറ്റു ഒന്നിനും വേണ്ടിയല്ല, ഏഷ്യാനെറ്റിലെ ന്യൂസിന് വേണ്ടിയല്ല, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കും. ആദ്യ ദിവസം തന്നെ എന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമായിരിക്കും. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണമെന്ന് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ആമേൻ. സദൃശവാക്യം 3 പറയുകയാണ്, നീ സ്വന്തം വിവേകത്തിൽ ഉണരുത്. ഗ്ലോറി, നിന്റെ എല്ലാ വഴികളിലും ദൈവത്തെ നനച്ചുകൊള്ളുക. അപ്പൊ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള യൂസേഴ്സ് മാനുവൽ ഇതിന്റെ അകത്തുണ്ട്. ആമേൻ, ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ഇനി യൂസേഴ്സ് മാനുവൽ അനുസരിക്കാതെ അവിടെ ഇവിടെയൊക്കെ സോണി ടി വി കൊണ്ട് കുത്തി, അത് അവിടെ പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ടായി. ഇതേപോലെ യൂസേഴ്സ് മാനുവൽ അനുസരിക്കാതെ അതും ഇതൊക്കെ ചെയ്തു, പാപത്തിൽ വീണു, ഉടനെ പിശാച് ഒരടി തന്നു, ഇതാ രോഗമായി, വിഷയമായി, പ്രശ്നങ്ങളായി. ഇനിയിപ്പോ അടുത്തത് സർവീസ് സെന്റർ വേണം. സർവീസ് മാനുവൽ ഉപയോഗിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ശരീരത്തെ 50 കിലോ 60 കിലോ 70 കിലോ പൊക്കി എടുത്തുകൊണ്ട് സർവീസ് മാനുവൽ ഉപയോഗിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അതാണ് ഡെലിവറൻസ് മീറ്റിംഗ്. മനസ്സിലായോ? ഇന്ന് അനേകർക്ക് അങ്ങനത്തെ മീറ്റിംഗ് താല്പര്യം. ഇന്ന് അനേക സ്ഥലങ്ങളിൽ അത് മാത്രമേ ഒരു വിധത്തിൽ നടക്കുന്നുള്ളൂ. ഒരു സ്ഥലത്ത് നോക്കിയപ്പോൾ നിറയെ ആശുപത്രി. എന്താ ഇത്രയധികം ആശുപത്രി എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ രോഗികളാണ്. നല്ല കൊയ്ത്ത. ഹല്ലേലൂയ. ഇത് ശ്രദ്ധിക്കുക. അപ്പോ ധാരാളം സർവീസ് സെന്ററുകൾ ഉണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇവിടെ ഉള്ളവരാരും യൂസേഴ്സ് മാനുവൽ അനുസരിക്കാറില്ല. പിടുത്തം കിട്ടുന്നില്ല അല്ലെ? ധാരാളം സർവീസ് സെന്ററുള്ളതിന്റെ തെളിവാണ് യൂസേഴ്സ് മാനുവൽ അനുസരിക്കാത്ത വലിയൊരു ഗ്രൂപ്പാണ് അവിടെ ഉള്ളത്. ഹല്ലേലൂയ. അതാ യൂസേഴ്സ് മാനുവൽ. 119 സങ്കീർത്തനം പറയുക, ഞാൻ കഷ്ടത്തിലാകുന്നതിന് മുമ്പ് ഞാൻ തെറ്റിപ്പോയി. കണ്ടോ? ഇപ്പൊ ടി വി പൊട്ടിപ്പോകാൻ കാരണം ഞാൻ
ആ കഷ്ടം ഉണ്ടാകാൻ കാരണം ഞാൻ തെറ്റായി ചെയ്തത് കൊണ്ട്, യൂസേഴ്സ് മാനുവൽ അനുസരിക്കാതെ തെറ്റായി പ്രവർത്തിച്ചതുകൊണ്ട് അത് സംഭവിച്ചേ. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പൊ യൂസേഴ്സ് മാനുവൽ അനുസരിച്ചാലോ നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. കണ്ടോ? ഹല്ലേലൂയ. അപ്പൊ യൂസേഴ്സ് മാനുവൽ അനുസരിച്ച് കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. അതല്ലേ കർത്താവ് പറയുന്നത്, അധികം തിന്മയായി ഇത് ഭവിക്കാതിരിപ്പാൻ മേലിൽ യൂസേഴ്സ് മാനുവൽ അനുസരിച്ച് ജീവിച്ചു കൊള്ളണം, മേലിൽ പാപം ചെയ്യരുത്. മനസ്സിലായോ? ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയരെ, ഈ പുസ്തകത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നുണ്ട്, ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ എങ്ങനെ ദൈവപുത്രനായിട്ട് വെളിപ്പെടണമെന്നുണ്ട്. എന്നാൽ അബ്ദത്താലെങ്ങാനും അവൻ തെറ്റിപ്പോയാൽ അതിനെ റെഡിയാക്കുവാൻ സർവീസ് മാനുവൽ ഇതിൻ്റെ അകത്തുണ്ട്. ആമേൻ. പക്ഷേ നമ്മളുടെ ശുശ്രൂഷയിൽ പ്രാധാന്യം സർവീസ് മാനുവലിനാകരുത്, പ്രൊഡക്ഷൻ മാനുവലിലായിരിക്കണം. മനസ്സിലായോ? കാരണം സർവീസ് മാനുവൽ കൊണ്ട് എന്തൊക്കെ സർവീസ് ചെയ്ത് റെഡിയാക്കിയാൽ ഈ വ്യക്തി എങ്ങോട്ട് തന്നെ പോണേ? ഇവന്റെ ശരീരം ഈ ലോകത്ത് പോയി അവസാനിക്കാൻ പോവുകയാണ്. അതിന് വേണ്ടത് കൊടുക്കണം, അതിനെ നന്നായി ശുശ്രൂഷിക്കണം. എന്തിനാ? രാജാതിരാജാവ് എഴുന്നള്ളുന്ന തേരാണ് അവന്റെ ശരീരം. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ആലയം എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആമേൻ. അല്ലെങ്കിൽ അതിന് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ വൃത്തിയായിട്ട് ഒന്ന് കുളിച്ച് ഒന്ന് നന്നായിട്ട് പല്ല് തേച്ച് ആരെങ്കിലും അടുത്ത് വന്നാലും നാറ്റമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ദൈവം തന്ന അളവിൽ നമ്മൾ പ്രസന്റ് ചെയ്യണം. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ ദൈവപുത്രന്മാരായി വിളങ്ങുന്നതിന് യാതൊരു എക്സ്ക്യൂസും അവിടെ കാണിക്കരുത്, ഒരു കുറവും അവിടെ കാണിക്കരുത്. ആമേൻ. ഇതിനു വേണ്ടിയാണ്. ഇത് മനുഷ്യർക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ മനുഷ്യർക്ക് ഇത് അറിഞ്ഞുകൂടെങ്കിലും ഇവൻ പൂച്ചയ്ക്കും വാഴയ്ക്കും എല്ലാ സൃഷ്ടികൾക്കും ഇത് അറിയാം, മനുഷ്യൻ എന്തിനു വേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചത്. അതുകൊണ്ട് സകല സൃഷ്ടികൾ ഈറ്റുന്നവോടെ കാത്തിരിക്കുകയാണ് ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനായി. ദൈവപുത്രന്മാരൊന്ന് വെളിപ്പെട്ട് കിട്ടാൻ. അപ്പൊ ഓൾറെഡി ഉണ്ട്, അവർ വെളിപ്പെട്ടിട്ടില്ല. അതെപ്പോഴാ ഉണ്ടായേ? സഹോദര സഹോദരി, ഒരു ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. അവൻ നിന്റെ അകത്തുണ്ട്, ആത്മമനുഷ്യൻ നിന്റെ അകത്തുണ്ട്. അവൻ പുതിയപ്പെട്ട് കിടക്കുക, ജഡ മനുഷ്യനാൽ മനസ്സിനാൽ പുതിയപ്പെട്ട് കിടക്കുക. ആ ലോകാനുരൂപതയിൽ പുതിയപ്പെട്ട് കിടക്കുക. ലോകാനുരൂപത വിട്ട് ജഡചിന്തകളെ വിട്ട് കഴിയുമ്പോൾ ആ ദൈവപുത്രൻ ഇതാ ലോകത്തിലേക്ക് പ്രത്യക്ഷനാകും. മനസ്സിലാവുന്നുണ്ടോ? ഇതിനായി സർവ്വ സൃഷ്ടികൾ ഈറ്റുന്നവോടെ കാത്തിരിക്കുക. റോമാലേഖനം 8:19. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പൊ സൃഷ്ടി എന്തിനാ കാത്തിരിക്കണേ? എന്തിനാ കാത്തിരിക്കണേ? പറഞ്ഞേ. സൃഷ്ടി എന്റെ അകത്തുള്ള പുതിയ സൃഷ്ടിയായ ദൈവപുത്രന്റെ വെളിപ്പാടിനായി കാത്തിരിക്കുകയാ. മനസ്സിലായോ? ആമേൻ, ഹല്ലേലൂയ. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെയുള്ള വാഴയോടൊന്ന് ചോദിച്ചാൽ മതി, വാഴ നിനക്ക് എനിക്ക് എന്നെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? അത് പറയുന്നത് കേൾക്കാം. നീ ഒന്ന് ദൈവപുത്രനായിട്ട് വെളിപ്പെടാൻ ഞാൻ കാത്തിരിക്കുകയാ. ഒരു കോഴിയോട് ചോദിക്കും, കോഴി പറയും, നീ ഒന്ന് ദൈവപുത്രനായിട്ട് വെളിപ്പെടാൻ ഞാൻ കാത്തിരിക്കുകയാ. ഞങ്ങളുടെ യജമാനായ ദൈവത്തിന്റെ ഇഷ്ടം നീ ഒന്ന് സാധിച്ചു കൊടുക്കാൻ ഞങ്ങൾ കാത്തിരിക്കുകയാ. അതുവരെ ഞങ്ങൾ ദ്രവത്വത്തിന്റെ ദാസ്യത്തിലാ. നീ അങ്ങനെ വെളിപ്പെട്ടാൽ ഞങ്ങൾ സ്വതന്ത്രരായി. മനസ്സിലായോ? കാരണം ദൈവം ഞങ്ങളെ എല്ലാം ഏൽപ്പിച്ച് നിന്റെ കയ്യിലാ. ഞങ്ങളുടെ യജമാനായ നീ പിടിക്കപ്പെട്ടതോടുകൂടെ ഞങ്ങൾ ദ്രവത്വത്തിന്റെ ദാസ്യത്തിലുമായി. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അപ്പോ നമുക്കിന്ന് എന്താ കിട്ടിയിട്ടുള്ളൂ? ആത്മാവെന്ന ആദ്യ ദാനമേ കിട്ടിയിട്ടുള്ളൂ. ഈ ദൈവപുത്രന്റെ പൂർണ്ണമായ വെളിപ്പാട് വരുന്നത്, അതിന്റെ പ്രോസസ് പൂർത്തിയാകുന്ന ശരീരത്തിന്റെ വീണ്ടെടുപ്പോടു കൂടെയാണ്.
ഇതുകൊണ്ടാണ് റോമലേഖനം 8:23 പറയുന്നത്, ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നിങ്ങൾ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനായി കാത്തുകൊണ്ട്, ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനായി കാത്തുകൊണ്ട്, സർവന്റിനായിട്ടല്ല, പുത്രത്തിനായി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുകയാ. വായിച്ചേ, ആത്മാവെന്ന ആദ്യ ദാനം. ഇതാണ് ഒരു ക്രിസ്തുവിലായ പുതിയ സൃഷ്ടി ആയി. 1 കൊരിന്ത്യർ 6:17 യേശുവോട് ചേരുന്നവൻ ക്രിസ്തുവുമായി ഏകാത്മാവായി തീർന്നു. ഗ്ലോറി. ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നിങ്ങൾ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനെ കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. അപ്പോൾ ദൈവത്തിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് കണ്ടോ? പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടോ? ദൈവം ആഗ്രഹിക്കുന്ന സൺസ് ഓഫ് ഗാഡ്. ഗ്ലോറി. ഹല്ലേലൂയ. ആഗ്രഹിക്കുന്ന സൺസ് ഓഫ് ഗാഡ്. ഇത് നാം മനസ്സിലാക്കണം. ഇതിലൂടെ നാം പോകാതെ ബാക്കി എന്തിലും പോയിട്ട് കാര്യമില്ല. ആമേൻ. ഓരോന്നിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതനുസരിച്ച് കൊടുക്കുവാനിടയാകണം. ഗ്ലോറി. ഹല്ലേലൂയ. ഹല്ലേലൂയ. വായിച്ചേ, യേശു എന്ത് ചെയ്യുക അതിനു വേണ്ടി? വായിച്ചേ, ഹെബ്രായ ലേഖനം 2:10. ഓ ജീസസ്. അവൻ അനേക പുത്രന്മാരെ, യേശു അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ, അപ്പോ താഴേക്ക് അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യോഗ്യമായിരുന്നു. യേശു എന്ത് ചെയ്യാന്ന് പറഞ്ഞേ? അനേക പുത്രന്മാരെ ആണോ ദാസന്മാരെ ആണോ? അനേക പുത്രന്മാരെ എങ്ങോട്ട് നടത്തുന്നു? തേജസ്സിലേക്ക് നടത്തുകയാ. അപ്പൊ യേശുവിന്റെ പണി എന്താ? ദൈവം യേശുവിനെ നൽകിയത് ദാസന്മാരെ കൊയ്യാനോ പുത്രന്മാരെ കൊയ്യാനോ? പുത്രന്മാരെ കൊയ്യാൻ. ദാസനെ അയച്ച് ദാസന്മാരെ കൊയ്യുമ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ച് പുത്രന്മാരെ കൊയ്യുകയാ. ഹല്ലേലൂയ. ഗോതമ്പ് വിതച്ചിട്ട് നെല്ലല്ല പ്രതീക്ഷിക്കുന്നത്. ഗോതമ്പ് വിതച്ചാൽ ഗോതമ്പ് തന്നെ പ്രതീക്ഷിക്കുന്നത്. തന്റെ പുത്രനെ അയച്ചത് പുത്രന്മാരെ ഉണ്ടാക്കാനാ. അതുകൊണ്ടാണ് യോഹന്നാൻ 1:12 പറയുന്നത്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കോ ദൈവദാസന്മാരല്ല ദൈവപുത്രന്മാരാകാനുള്ള അധികാരം, താക്കോൽ തന്നിരിക്കുകയാ. മനസ്സിലായോ? മനസ്സിലായോ? ഹല്ലേലൂയ. യേശുവിനെ തന്നതിനാ? യേശുവിനെ തന്നതിന് ഒന്ന് പറഞ്ഞു നോക്ക്. നമ്മളെപ്പോഴും വളരെ പ്രൗഡായിട്ട് പറയുന്നു, ഒരു കാര്യം മാത്രമേ പറയത്തുള്ളൂ, ഞാൻ ദൈവദാസനാ. ധൈര്യത്തോട് ഒന്നും കൂടി പറ, ഞാൻ ദൈവപുത്രനാ, ഞാൻ ദൈവപുത്രനാ. അത് പറയുമ്പോഴാണ് നമ്മളുടെ ഉള്ളിലുള്ള ആ റിയാലിറ്റി വെളിയിൽ വരുന്നേ. അത് ഉണ്ടാക്കി പറയാല, അതാ യാഥാർത്ഥ്യം. ദൈവപുത്രനാ ഞാനും നിങ്ങളും. മനസ്സിലാവുന്നുണ്ടോ? അത് വെളിപ്പെട്ടിട്ടില്ല, അകത്ത് കിടക്കുകയാ. പക്ഷെ നമുക്ക് വെളിപ്പെടുത്താം. അതിനാ പരിശുദ്ധാത്മാവ് ഇന്ന് ഭൂമിയിൽ വന്നിരിക്കുന്നേ. ഹല്ലേലൂയ. അത് വെളിപ്പെടുത്തിയെടുക്കാൻ. ഗ്ലോറി. അകത്ത് നാം ദൈവപുത്രന്മാരെ ജനിച്ചു കഴിഞ്ഞു ആത്മാവിൽ. ഗ്ലോറി. ഹല്ലേലൂയ. അതിനാ യേശുവിനെ തന്നെ. ആമേൻ. യേശുവിനെ തന്നിരിക്കുകയാ. ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 4:5 ഓ ഗ്ലോറി. 5-6 വായിച്ചു. ശ്രദ്ധിച്ചേ, ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വീണ്ടെടുത്തിട്ട് ദാസന്മാരാക്കേണ്ടതിന് തന്നെയോ? അല്ല, പുത്രന്മാരാക്കേണ്ടതിന് തന്നെ. ദൈവപുത്രന്മാരാക്കേണ്ടതിന് തന്നെ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ജീസസ്. വായിച്ചേ, ലൂക്കോസ് സുവിശേഷം 20 34 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 34 മുതൽ ലൂക്കോസ് 20. ഈ ലോകത്തിന്റെ മക്കൾ വിവാഹം കഴിക്കുകയും വിവാഹത്തിന് കൊടുക്കുകയും ചെയ്യുന്നു. എങ്കിലും ആ ലോകത്തിന് മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തിൽ യോഗ്യന്മാരായവർ വിവാഹം കഴിക്കുകയുമില്ല, വിവാഹത്തിന് കൊടുക്കുകയുമില്ല. അവർക്ക് ഇനി മരിപ്പാനും കഴിയുകയില്ല. ശ്രദ്ധിച്ചേ, ഇവിടെ ഒരു സംശയം, അത് ക്ലിയർ ചെയ്യാൻ യേശുവിന്റെ അടുത്ത് വരികയാണ്.
ഒരു സ്ത്രീ 7 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. നിങ്ങൾക്ക് അതറിയാം. യേശുവിനെ കൊടുക്കാൻ വേണ്ടിയാണ് വന്നേ. പക്ഷേ യേശുവിനെ കൊടുക്കാൻ വേണ്ടി അവർ വന്നതുകൊണ്ട് നമ്മുടെ സംശയങ്ങൾക്ക് നല്ലൊരു ഉത്തരം കിട്ടി. മനസ്സിലായോ? 7 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇവർ പുനരുദ്ധാനത്തിൽ വിശ്വസിക്കാത്ത സദൂക്യർ എന്ന് പറയുന്നൊരു കൂട്ടരാണ്. ഈ 7 ഭർത്താക്കന്മാരും മരിച്ചു, ഈ സ്ത്രീയും മരിച്ചു. പുനരുദ്ധാനത്തിൽ, കാരണം അവർ പറയുന്നത് പുനരുദ്ധാനം ഇല്ല, ഇപ്പം യേശു തന്നെ ഇപ്പം കൊടുക്കും ഞങ്ങൾ. ഇവൾ ആർക്ക് ഭർത്താവാകും? 7 പേർക്കും ഭാര്യ ആയിരുന്നല്ലോ. അപ്പോൾ മനുഷ്യൻ്റെ ചിന്ത എന്ന് പറയുന്നത് അവിടെയും ഒരു ചെറിയ പുരയിടവും ഒരു ചെറിയ വീടും ഒരു ചെറിയൊരു കാറും ഒരു ചെറിയ അല്പം ബാങ്ക് ബാലൻസും ഒരു കല്യാണമൊക്കെ കഴിച്ച് അവിടെയും അങ്ങനെ ജീവിക്കുക എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് ഇവർ ജീവിക്കുന്നത്. അപ്പോൾ യേശു അവരുടെ ആ മെൻറ്റാലിറ്റിയെ തിരുത്തുകയാണ്. യേശു അവരുടെ ആ മെൻറ്റാലിറ്റിയെ, അവരുടെ ആ മനോഭാവത്തെ തിരുത്തുകയാണ്. യേശു പറയുകയാണ്, നിങ്ങൾ വളരെ തെറ്റിപ്പോകുന്നു. തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും കുറിച്ച് അറിയായികയാലാണല്ലോ നിങ്ങൾ തെറ്റിപ്പോകുന്നത്. അപ്പോൾ തിരുവെഴുത്ത് അറിഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കും? തെറ്റിപ്പോകും. അമ്മേ, അങ്ങനെ തെറ്റിക്കിടക്കുക ഇന്ന്. അമ്മേ, അങ്ങനെ തെറ്റിക്കിടക്കുക. ഹല്ലേലൂയ. പിശാച് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുക. അങ്ങനെ തെറ്റിക്കിടക്കുക. പിന്നെ യേശു പറയുക, അവിടെ ഇങ്ങനെ വിവാഹം കഴിപ്പിക്കുന്നുമില്ല, വിവാഹത്തിന് കൊടുക്കുന്നതുമില്ല. പിന്നെ നിങ്ങൾ ആരെ പോലെ ആകാൻ പോണെന്നറിയാമോ? നിങ്ങൾ ഇപ്പോ മനുഷ്യരായവർ സോൾ രൂപികളാണ്. ഞാൻ പാരഫ്രൈസ് തരിക കേട്ടോ. സോൾ രൂപികൾ, അതായത് ഉൽപ്പത്തി 2:7 പറയുന്നു, മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. സോൾ രൂപികളാണ്. എന്നാൽ നിങ്ങൾ ഇനി സോൾ രൂപികളായിട്ടല്ല വരാൻ പോകുന്നത്. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സങ്കീർത്തനം 8 പറയുന്നത് ദൈവത്തെക്കാൾ അല്പം താഴ്ത്തിയ സൃഷ്ടിച്ചേ. മനസ്സിലാവുന്നുണ്ട്? അല്പം താഴ്ത്തിയ സൃഷ്ടിച്ചേ. അതായത് ദൈവം ആത്മരൂപിയ, മനുഷ്യൻ അവന്റെ അകത്ത് ആത്മാവ് ഉണ്ടെങ്കിലും അവനെ ദൈവം നിർത്തിയത് സോൾ തലത്തില. മനുഷ്യൻ ജീവനുള്ള ദേഹിയ. മൃഗം അങ്ങനെയല്ല, മൃഗം ജഡരൂപിയ. അമ്മേ, മനുഷ്യന്റെ ഇതിന്റെ രണ്ടിന്റെയും ഇടയിലാണ് നിർത്തിയിരിക്കുന്നത്. എന്നാൽ ഇവിടെ കർത്താവ് പറയുകയാണ്, ഈ ലോക ജീവിതത്തിനും തുടർന്ന് അവിടെ നിന്ന് ആ ലോക ജീവിതത്തിനും യോഗ്യരാകുന്നവർ. ആ ഭാഗം അതിലുണ്ടെങ്കിൽ ഒന്ന് വായിച്ച്. എങ്കിലും ഈ ലോകത്തിന് മരിച്ചതിനുള്ള പുനരുത്ഥാനത്തിന് യോഗ്യരായവർ. ശ്രദ്ധിച്ചേ, എന്നെ ആക്ഷൻ ശ്രദ്ധിച്ചോളണം, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഈ ലോകത്തിൽ നിന്ന്, അതായത് സമയത്തിലോടുന്ന ഈ ലോകത്തിൽ നിന്ന് പുനരുദ്ധാനം ചെയ്ത് ആ ലോകത്തിന് യോഗ്യരാകുന്നവർ. ഹലോ, ഓടല്ലേ? അപ്പൊ ഈ ലോകത്തിൽ എന്ത് നടന്നുകൊണ്ടിരിക്കുക? ദൈവത്തിന്റെ അഭിപ്രായ പ്രകാരം ഈ ലോകത്തിൽ എന്താ നടന്നുകൊണ്ടിരിക്കണേ? ഒരു ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക. നീ ദൈവരാജ്യമാകുന്ന ആ ലോകത്തിന്, ആ കുടുംബത്തിന് ഈ ലോകത്ത് വെച്ചാൽ യോഗ്യനാകുമോ ഇല്ലയോ എന്നുള്ള ടെസ്റ്റാ നടക്കണേ. പിടുത്തം കിട്ടുന്നുണ്ടോ? ചതിക്കപ്പെടരുത്. ടെസ്റ്റ് നടക്കുക. ഇപ്പോ ടെസ്റ്റ് നടക്കുക. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നിന്ന് ആ ലോകത്തിലേക്ക് ഉള്ള യോഗ്യത നേടാനുള്ള സ്ഥലമാണ് ഭൂമി. അതിനുള്ള സമയമാണ് ഇപ്പോ. അതുകൊണ്ട് ഈ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഈ സമയത്തെ മോഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് പിശാചിന്റെ പദ്ധതി. ദൈവത്തിന്റെ പദ്ധതിയെ നിങ്ങൾ അറിയരുത് എന്നുള്ളതാണ് പിശാചിന്റെ പദ്ധതി. അതിലവൻ ജയിച്ചിരിക്കുന്നു. ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നു, ക്രിസ്തുവിന്റെ സുവിശേഷത്തെ വെളിപ്പെടുത്തത്തില്ല. ഹലോ, ക്രിസ്തുവിന്റെ സുവിശേഷവും വേറെ. ഇത് മനസ്സിലാക്കാൻ റോക്കറ്റ് സയന്റിസ്റ്റ് ആയാൽ പോലും കുഞ്ഞെ നിനക്ക് കഴിയാൻ ബുദ്ധിമുട്ടാണ്. ദൈവത്തിന്റെ ആത്മാവില്ലാതെ വെളിപ്പെടത്തില്ല. ചെറിയ കാര്യം പോലും, ആത്മീയ കാര്യം പോലും വെളിപ്പെടാൻ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ബുദ്ധിയുടെ ശക്തി കൊണ്ട് നിങ്ങൾ സ്റ്റേറ്റില് ഡിഗ്രിക്ക് 1ാം റാങ്ക് മേടിച്ച വ്യക്തിയായിരിക്കാം, പക്ഷെ ഇത് വെളിപ്പെടണമെങ്കിൽ ഒരു രക്ഷയില്ല. ദൈവാത്മാവ് കൂടാതെ സാധിക്കത്തില്ല.
ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ആ ലോകത്തിലേക്ക് യോഗ്യത നേടാനുള്ള സ്ഥലമായത്. ആമേൻ. അങ്ങനെ യോഗ്യത നേടി കടന്നു വന്നവർ അവർ ഇനി സോൾ രൂപികളല്ല, സ്പിരിറ്റ് ബീയിങ്സ് ആണ്. നോട്ട് സോൾ ബീയിങ്സ്, സ്പിരിറ്റ് ബീയിങ്സ്. യു വിൽ ബി ലൈക്ക് ഏഞ്ചൽസ്. നിങ്ങൾ ദൂതന്മാർക്ക് തുല്യരായിരിക്കും. They are spirit beings. മനസ്സിലാവുന്നുണ്ടോ? ഇനി സോൾ ബീയിങ്സ് അല്ല, സ്പിരിറ്റ് ബീയിങ്സ്. പിന്നെ നിങ്ങളുടെ പേര് മനുഷ്യപുത്രന്മാരെന്നല്ല. ഹല്ലേലൂയ. ശ്രദ്ധിച്ചോ? മനുഷ്യപുത്രന്മാരെന്നല്ല, നിങ്ങൾ ദൈവപുത്രന്മാരും ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനി എവിടെയാന്ന് മനസ്സിലായോ? ദൈവപുത്രന്മാർ. ഈ പ്രൊഡക്ഷനില്ല ദൈവം ഇന്ന്. ഈ പ്രൊഡക്ഷനില്ല ദൈവം ഇന്ന്. സഹോദര സഹോദരി, ഒരു ദൈവപുത്രനായിട്ട് വെളിപ്പെടുവാൻ താല്പര്യമുണ്ടോ? താല്പര്യമുണ്ടോ? അതോ കുറച്ചാള് ഹല്ലേലൂയ സ്തോത്ര 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 ഇങ്ങനെ പറഞ്ഞിരുന്നങ്ങ് ഈ ലോകത്തിലെല്ലാം കാണിയതങ്ങ് പോയാൽ മതിയോ? ദൈവപുത്രനായിട്ട് വെളിപ്പെടാനായിട്ട് എന്നാ ചെയ്യേണ്ടതെന്ന് ഈ പുസ്തകം പറയണേ. സിമ്പിൾ. റോമൻസ് 8:14 ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. ഹല്ലേലൂയ. ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങൾ സംസാരിക്കുന്നത്, ദൈവം സംസാരിക്കുന്നത് മുഴുവൻ ആത്മാവിനനുസരിച്ച് നടക്കുന്നവരോടാണ്. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. 7 പ്രാവശ്യം 7 സഭയോട് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് കേൾക്കാം. അതിന്റെ അർത്ഥം സഭയുടെ ഉള്ളിലുള്ളവർക്ക്, ട്രൂ ചർച്ചിന്റെ ഉള്ളിലുള്ളവർക്ക് ആത്മാവ് പറയുന്നത് കേൾക്കാൻ പറ്റും. ഹലോ, ട്രൂ ചർച്ചിന്റെ ഉള്ളിൽ ഒരു വന്ന ദൈവദാസന്മാരെ, നിങ്ങളൊരു ചോദ്യം ചോദിച്ചോളുക. ഞാൻ എന്നോട് ചോദിക്കേണ്ട ചോദ്യമാണ്, നിങ്ങളുടെ കീഴിൽ ദൈവം ഏൽപ്പിച്ചിട്ടുള്ള നിങ്ങളുടെ ആളുകൾ, തെറ്റിപ്പോയല്ലോ, ദൈവത്തിന്റെ ആളുകൾ, ദൈവത്തിന്റെ ആളുകൾക്ക് എത്ര പേർക്കറിയാം ആത്മാവിന്റെ സ്വരം കേൾക്കാൻ? നമ്മളോട് തന്നെ ചോദിക്കുക. ആരാ ദൈവത്തിന്റെ മക്കൾ? ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവരാണ്, നടക്കുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. നിങ്ങൾ ആത്മാവിനെ കേൾക്കാതെ എങ്ങനെ നടക്കും? സഹോദര, പഴയ നിയമത്തിൽ അക്ഷരം വായിച്ചിട്ടാണ് നിങ്ങൾ നടക്കുന്നത്. അക്ഷരം, നിന്റെ വചനം ദീപവും എൻ്റെ പാതയ്ക്കു ദീപവും വെളിച്ചവുമാ. അത് ദീപമാ, അത് വെളിച്ചം തരും. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓടി ഇങ്ങോട്ട് നോക്കണേ. എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. പുതിയ നിയമത്തിൽ നിങ്ങൾ ലാമ്പ് ഉപയോഗിച്ച് വെളിച്ചം ഉണ്ടാക്കിയിട്ട് പോവുകയല്ല, നിങ്ങൾ വെളിച്ചത്തിൽ നടക്കുന്നവരാ. വെളിച്ചത്തിൽ നടക്കുന്നവരാ. ദൈവം വെളിച്ചത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ വെളിച്ചത്തിൽ നടപ്പിൻ. നിങ്ങൾ, അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അകത്തുനിന്ന് ഇങ്ങനെ പൂട്ടി വരും. ഈ കുളം കണ്ടിട്ടില്ലേ? കുളത്തിന്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ കുമിള പൊങ്ങുന്നുണ്ട്. കുമിള ഇങ്ങനെ ഇല്ലേ? ഇതേപോലെ നമ്മുടെ അകത്ത് ആരുണ്ട്? വീണ്ടും ജനിച്ചവന്റെ അകത്ത് ദൈവപുത്രനുണ്ട്, പുതിയ സൃഷ്ടിയുണ്ട്. ഒരുവൻ ക്രിസ്തുവോട് ചേരുമ്പോൾ ക്രിസ്തുവുമായി ഏക ആത്മാവായി. ആരുടെ ആത്മാവ് അകത്തുണ്ട്? ദൈവത്തിന്റെ ആത്മാവ് അകത്തുണ്ട്. ദൈവത്തിന്റെ ആത്മാവിന്റെ ചിന്ത, അകത്തുള്ള ദൈവത്തിന്റെ ആത്മാവിന്റെ ചിന്ത നമ്മുടെ സോളിലേക്ക്, അന്ന് വേണ്ടുന്ന ആഹാരം എന്നാണ് അതിന്റെ പേര്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, അന്നു വേണ്ടുന്ന ആഹാരം തരണമേ. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്ന അന്നു വേണ്ട പുഴുക്കലരി തരണമേ, കുപ്പൂസ് തരണമേ, ഇങ്ങനെയൊക്കെ ആയിരിക്കാം. എന്നാൽ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അന്നു വേണ്ട ആഹാരം 2 മണ്ഡലത്തിൽ ഉണ്ട്. 2 മണ്ഡലത്തിൽ ശരീരത്തിന് വേണ്ടത് ഉണ്ട്, അകത്തുള്ള മനുഷ്യന് വേണ്ടത് ഉണ്ട്. 2 മണ്ഡലത്തിലുമുണ്ട്. ഇപ്പോൾ നമ്മൾ 2 മണ്ഡലത്തിലും ശേഖരിച്ചില്ല എങ്കിൽ നാം ബുദ്ധിഹീനരാണ്. ഹല്ലേലൂയ. മനസ്സിലാക്കുക, നിങ്ങൾ ഒരു വണ്ടി കൊണ്ട്
തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് ഒരു കാറും കൊണ്ട്. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ കാറിന് മാത്രമേ പെട്രോൾ അടിക്കത്തുള്ളൂ? പിന്നെ എന്തും കൂടി ചെയ്യും? നിങ്ങൾക്ക് കൂടി ഭക്ഷണം കഴിക്കും അല്ലേ? നിങ്ങൾക്ക് കൂടി കഴിക്കും. ഇതേപോലെയാണ് ദൈവം പറയുന്നത്, നീ വണ്ടിക്ക് മാത്രം പെട്രോൾ അല്ല, നിനക്കും കൂടി കഴിച്ചോളണം. ഇതുകൊണ്ടാണ് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായിൽ ഓരോ വചനം കൊണ്ടും ജീവിക്കണ്ടേ. അപ്പോ കാറിൽ പോകുന്ന സഹോദര സഹോദരി, നിനക്ക് ബുദ്ധിയുണ്ട്. കാറിന് മാത്രം പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ നീ കാറ് പോകാനുള്ള ശക്തിയുണ്ട്, പക്ഷെ നീ അതിൻ്റെ അകത്ത് ചത്തുപോകും. പക്ഷെ ഇന്ന് നമ്മൾ ചോദിക്കുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ ദൈവത്തോട്, എൻ്റെ കാറിന് ഞാൻ ഉപയോഗിക്കുന്ന ഈ കാറിന്, ശരീരം എന്ന ഈ കാറിന് പെട്രോൾ തരണമേ, ഭക്ഷണം തരണമേ. അപ്പൊ എൻ്റെ അകത്തുള്ളതിന് അതിന് ഭക്ഷണം ആരും ഞങ്ങളെ പഠിപ്പിക്കുന്ന പോലും ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? ഈ ശരീരത്തിന്റെ ഉള്ളിൽ നീ ഉണ്ട്, നിനക്ക് വേണ്ടി ഭക്ഷണമാണ്. യേശു പറയുന്നത് മനുഷ്യൻ ശരീരത്തിന്റെ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായിലെ ഓരോ വചനം കൊണ്ടുമാണ് ജീവിക്കുന്നത്. ഇതാണ് അന്നു വേണ്ടുന്ന അപ്പം. ഇത് നമ്മുടെ അകത്തൊന്ന് പൊങ്ങി വരും. കുമിള പോലെ, വെള്ളത്തിൽ നിന്ന് പൊങ്ങുന്ന കുമിള പോലെ പൊങ്ങി വന്നിട്ട് മനസ്സിലങ്ങ് വിരിയും. അപ്പോഴാണ് വായെടുത്ത് പറയുന്നത്. ദൈവം ഇപ്പോൾ പറഞ്ഞ് ശ്രദ്ധിച്ച് കേട്ടോളുക. വെളിപ്പാടുകളുടെ സീക്രട്ടാണ് ലോകത്തെ വെറുക്കുക, അതോടൊപ്പം തന്നെ നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് ഇതാ മടക്കയാത്ര ചെയ്യുക. വെളിപ്പാടുകളുടെ സീക്രട്ട് അന്നും ദൈവം സംസാരിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മുടെ SMS ലിസ്റ്റിലുള്ളവർക്ക് എല്ലാ ദിവസവും അന്നൊന്നും വേണ്ട ആഹാരം കൊടുത്തുകൊണ്ടേയിരിക്കും. ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും ഗൾഫിൽ നിന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ദിവസവും. അപ്പോൾ പ്രിയരെ, നാം മറക്കരുത്, സ്വർഗത്തിലെ ദൈവം നമുക്കത് തന്നുകൊണ്ടേയിരിക്കുകയാണ്. അന്നൊന്നും വേണ്ട ആഹാരം. ആത്മാവ് നയിക്കപ്പെടുന്നത് ഇങ്ങനെയാണ്. തുടർന്ന് നമ്മൾ എന്ത് ചെയ്തറിയാമോ? ആ തന്ന വചനം ഉണ്ടല്ലോ, അത് ദൈവാത്മാവ് തന്നെയാണോ പിശാചിന്റെ ആത്മാവോ എൻ്റെ സ്വന്തം ചിന്തയാണോ എന്ന് അറിയാൻ ഈ വചനം നോക്കി ഉറപ്പിക്കും. വ്യത്യാസം മനസ്സിലായോ? പഴയ നിയമ രീതിയും പുതിയ നിയമ രീതിയും. പഴയ നിയമത്തിൽ അക്ഷരം വായിച്ച് ജീവിക്കുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ അക്ഷരത്തിൽ നിന്നാണ് വെളിച്ചം കിട്ടുന്നത്. പഴയ നിയമത്തിൽ. എന്നാൽ പുതിയ നിയമത്തിൽ അക്ഷരത്തിൽ നിന്നല്ല വെളിച്ചം കിട്ടുന്നത്, ആത്മാവിൽ നിന്നാണ് വെളിച്ചം കിട്ടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആ കിട്ടിയ വെളിച്ചം ആത്മാവിൽ നിന്ന് തന്നെയാണോ എന്ന് വചനം നോക്കി ഉറപ്പിക്കുന്നു. അതിന്റെ ഡയറക്ഷൻ നോക്കുന്നു. എന്നെ എങ്ങോട്ട് കൊണ്ടുപോയി? ഒരു ദൈവപുത്രന്റെ ലെവലിലേക്കാണോ? ദൈവത്തോട് എന്നെ കൂടുതൽ അടുപ്പിച്ചോ, അതോ ലോകത്തോട് എന്നെ കൂടുതൽ അടുപ്പിച്ചോ? മനസ്സിലായോ? ഹല്ലേലൂയ. ദൈവം നിന്നോട് സംസാരിക്കുന്നുണ്ടോ? വല്ലതൊക്കെ തിരിഞ്ഞു തുടങ്ങിയോ? ഇന്നലെ എത്ര പോരാ, ഇന്നത്തെ അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഇച്ചിരി കയറും, നാളെ ഇതിലും കയറും. മനസ്സിലായോ? രണ്ട് ഡയറക്ഷനിലേക്കാണ് പറയുന്നത്. ഒന്ന് ലോകത്തിന്റെ ഡയറക്ഷൻ, ഒന്ന് ദൈവരാജ്യത്തിലേക്കുള്ള ഡയറക്ഷൻ. പിതാവ് എന്ത് തരാനാ തയ്യാറ്? ചെറിയ ആട്ടിൻകൂട്ടമേ. എനിക്ക് ദൈവം പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ദൈവം എന്തുകൊണ്ട് എങ്ങനെ പറയാഞ്ഞ് മൾട്ടി മെഗാ കൂട്ടമേ, ഭയപ്പെടേണ്ട എന്ന് പറയാൻ എന്താ? കാരണം ദൈവം എന്താ കാണുന്നുള്ളൂ? ഒച്ചുകൂടതേ കാണുന്നുള്ളൂ. ഈ വഴി കണ്ടെത്തുന്നവർ ചുരുക്കമേ ഉള്ളൂ. കിടക്കണമെങ്കിൽ പോരാടണം. അതുകൊണ്ട് ദൈവം കാണുന്ന യാഥാർത്ഥ്യമാണ് ചെറിയ ആട്ടിൻകൂട്ടമേ. അതുകൊണ്ട് നിങ്ങൾ എന്താ ഭയം അവർക്ക്? അയ്യോ, ഞങ്ങൾ ഇത്രയും പേരേ ഉള്ളല്ലോ, അവരുടെ കൂട്ടത്തിൽ ഭയപ്പെടേണ്ട കേട്ടോ. അത് കണ്ട് ഭയപ്പെടേണ്ട കേട്ടോ. ഭയപ്പെടേണ്ട. ദൈവരാജ്യം നിങ്ങൾക്ക് തരാൻ പിതാവ് പ്രസാദിച്ചിട്ടുണ്ട്. അപ്പൊ നീ എന്താ തരുന്ന? യേശുവേ, ഞാൻ സൗജന്യമായി നിങ്ങൾക്ക് രക്ഷ തരും. ആദം വീണ കുഴിയിൽ നിന്ന് നിങ്ങളെ ഞാൻ രക്ഷിക്കും. തുടർന്ന് നിങ്ങൾ ദൈവത്തോട് അനുസരണം കാണിക്കണം. ആദം കാണിച്ച പോലെ കാണിക്കരുത്. ദൈവത്തോട് അനുസരണം കാണിച്ചാൽ നിങ്ങൾക്ക് പിതാവിന്റെ ഭവനത്തിൽ എന്നേക്കും വസിക്കാം. സൂത്രപ്പണികളൊന്നും ഇവിടെ ഇല്ല. ഫാസ്റ്റ് ഫുഡ് സംവിധാനം, മിക്സി സംവിധാനങ്ങളൊന്നും ഇവിടെ ഇല്ല. മനസ്സിലായോ? ഇടുക്കുവാതിലൂടെ വഴിയിലൂടെ അകത്ത് പോകാൻ പോരാടുക. എന്തുകൊണ്ട് ഇടുക്കുവാതിൽ വഴിയായി? നമ്മുടെ സ്വയത്തെ ത്യജിക്കുമ്പോൾ അത് ഇടുക്കുവാതിലായി വഴിയായി മാറി. പിശാച് എന്ത് തരാനാ തയ്യാറ്?
യേശുവിനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഈ ലോകവും അതില് സകല മഹത്വങ്ങൾ കാണിച്ചിട്ട് പറഞ്ഞു, ഇതൊക്കെ ഞാൻ നിനക്ക് തരാം. എന്നെ ഒന്ന് വണങ്ങിയാൽ മതി, എൻ്റെ സിസ്റ്റത്തെ ഒന്ന് വണങ്ങിയാൽ മതി. ഏത് ഡയറക്ഷനിൽ നിങ്ങൾക്ക് പോകണം? പിതാവിൻ്റെ ഡയറക്ഷനിൽ പോകണോ, അതോ ഭയങ്കര എളുപ്പ വഴിയായിട്ട് ഇന്ന് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന അതേ ഡയറക്ഷനിൽ പോകണോ? ലോകം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ എന്നെ കർത്താവെന്ന് വിളിച്ചില്ലേ, ഞാൻ നിന്നെ അറിയുന്നില്ല. ആ ഡയറക്ഷനിൽ പോകണോ? ഭയങ്കര എളുപ്പമാണ് പോകാൻ. നിങ്ങൾ പുഴ കണ്ടിട്ടുണ്ടോ? പുഴ, ഈ പുഴയിലെ ഈ ഒഴുക്കിനനുസരിച്ച് പോകാൻ എന്തൊരു ഈ എളുപ്പം കിടന്നു കൊടുത്താൽ മതി. ലോകത്തിന്റെ ഒഴുക്കിനനുസരിച്ച് പോകാനായിട്ട് ബ്രദറെ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, എന്ത് നല്ല ദൈവമാണെന്നറിയാം, നല്ല സുഖമായിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് പറയുക, എൻ്റെ വഴിയിലൂടെ വന്നെങ്കിൽ നീ പോരാടിയേ പറ്റത്തുള്ളൂ. ഏവേ, എന്തുകൊണ്ടാണ് പോരാട്ടാകുന്നേ? ഈ നദിയുടെ എതിരൊന്ന് നീന്തിക്കുക. നിങ്ങൾ ഇത്രയും നാളും പോയിക്കൊണ്ടിരുന്ന നദിയിൽ ഒരു യൂട്ടേൺ എടുത്ത് 180 ഡിഗ്രി യൂട്ടേൺ എടുത്ത് ഇനി ഞാൻ ലോകത്തിലേക്കില്ല ദൈവരാജ്യത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞ് എന്നാ പറ്റും? നിങ്ങൾ തിരിഞ്ഞു നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്നാ തോന്നും? കാരണം എന്തോ ലോകം അങ്ങോട്ട് ഒഴുകണേ, ഇങ്ങോട്ടേക്ക് ഒഴുകുക, നിങ്ങൾക്ക് എതിരെ ഒഴുകുക. ഇനി നിങ്ങളൊന്ന് അഡ്വാൻസ് ചെയ്യാൻ ശ്രമിച്ചേ. പോരാട്ടം തുടങ്ങിയ ലോകത്തിന്റെ ഒഴുക്കിന് എതിരെ ഒഴുകാൻ നിങ്ങൾ ആരംഭിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ചിലർക്ക് മനസ്സിലായി രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഒരു കുഴപ്പം ഉണ്ടായില്ല, ഈ രക്ഷിക്കപ്പെടുന്നതിന് ശേഷം അപ്പോ ഗ്ലോറി. നിങ്ങൾ ചിന്തിച്ചോ, കർത്താവ് സമാധാനം തരാനാ വന്നേന്ന്? കർത്താവ് തിരുത്തി തന്നില്ലേ? ഞാൻ സമാധാനമല്ല വാളത്രേ വരുത്തുവാൻ വന്നത്. ഒരുത്തനെ അവന്റെ വീട്ടിൽ തന്നെ അവന്റെ അപ്പൻ അല്ലെങ്കിൽ അവന്റെ അമ്മ, അവന്റെ ബന്ധുക്കൾ, അവന്റെ അമ്മായിയപ്പൻ പലരും എതിരാകും. അത് ലോകത്തിൽ. പക്ഷേ നിങ്ങളുടെ അകത്ത് എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും. ലോകത്തിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകത്തില്ല, പക്ഷെ നിങ്ങളുടെ അകത്ത് എന്റെ സമാധാനം ഉണ്ടാകും. നിങ്ങൾ അകത്തുള്ള എന്റെ സമാധാനം കൊണ്ട് ലോകത്തുള്ള സമാധാനക്കെടിനെ തോപ്പിക്കും. അങ്ങനെ നിങ്ങൾ സമാധാനം അവിടെ ഉണ്ടാക്കും. അങ്ങനെ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. മനസ്സിലായോ? ഗ്ലോറി. അപ്പോ ദൈവപുത്രന്മാരാണ് ദൈവത്തിന്റെ പ്രൊഡക്ഷനിലെ റിസൾട്ട്. ആമേൻ. മനസ്സിലായല്ലോ? ഉറപ്പിക്കുക, കേട്ട വചനം അതങ്ങനെ തന്നെയോ എന്ന് നിങ്ങൾ തിരുവചനം നോക്കി ശോധന ചെയ്യുക, ഉറപ്പിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളോട് സംസാരിച്ചോ? ഈ ദിവസത്തിന്റെ എഴുന്നേൽക്കാം, പ്രാർത്ഥിക്കാം. ഓ ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ജീസസ്, ഐ താങ്ക് യു, ഐ താങ്ക് യു, ഐ താങ്ക് യു. കർത്താവിനെ മുന്നോട്ടേക്ക് വന്നാട്ടെ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കേണ്ട വചനപ്രകാരം നമ്മുടെ ജീവിതം വെളിപ്പെടുവാൻ, ഇതൊരു വെറും ഇൻഫർമേഷനായി തീരാതെ, വെറും വിവരങ്ങൾ ഒരു നോട്ടുകളായി തീരാതെ നമ്മുടെ ജീവിതമായി അത് വെളിപ്പെടുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം.